ദൈവത്തിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല എന്ന് വാക്ക് പറഞ്ഞ കർത്താവിൻ്റെ നാമത്തിൽ എല്ലാ സഹോദരിമാർക്കും എൻ്റെ സ്നേഹവന്ദനം. ശിംശോൻ ഒരു ഏകാന്ത പഥികനായിരുന്നു എന്ന് നാം മനസ്സിലാക്കിയല്ലോ. ഒരു ഒറ്റയാൾ പോരാട്ടം എന്നത് ദൈവിക പദ്ധതിയല്ല. ദൈവത്താൽ നിയോഗിതനായ ശിംശോൻ നീതിപൂർവം ജനത്തെ നയിച്ച തൻ്റെ പല മുൻഗാമികളുടെയും മാതൃക പിൻപറ്റിയിരുന്നില്ല. ശിംശോൻ പ്രമാണങ്ങൾ തെറ്റിക്കുന്നു. സ്വയത്തിലുള്ള തൻ്റെ അമിത വിശ്വാസം മൂലം താൻ ഒറ്റപ്പെട്ടു നടക്കുന്നു. സ്വജനം അവനെ ഒറ്റപ്പെടുത്തുന്നു. ഫിലിസ്ത്യരെ തോൽപ്പിക്കുവാൻ ജനത്തെ പിന്നിൽ അണിനിരത്തി ക്രമീകൃതമായി മുന്നിൽ നിന്ന് പടനയിക്കുവാൻ ശിംശോൻ ഒരു ഉദ്യമവും ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ദൈവം ആ ഉദ്യമത്തെ വിജയിപ്പിക്കുമായിരുന്നു. ഇസ്രയേലിന് വൻ വിജയം കൊടുക്കുമായിരുന്നു. എന്നാൽ നാം ഇവിടെ കാണുന്നത് തന്നെ കോപിഷ്ഠനാക്കിയ ഫെലിസ്ത്യരുടെ നേരെ പടവെട്ടുന്ന ഒരു ഒറ്റയാൾ പോരാളിയെയാണ്. ഇസ്രായേലിനെ രക്ഷിക്കുക എന്ന ദൗത്യത്തെക്കാൾ ഉപരി പ്രതികാരം ചെയ്യുക എന്ന ലക്ഷ്യമായിരുന്നു ശിംശോന്. ഈ പ്രതികാരം തൻ്റെ ജഡാഭിലാഷം തൃപ്തിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു മാത്രമായിരുന്നു. തൻ്റെ ശക്തിയിലുള്ള അമിത വിശ്വാസം ശിംശോനെ പല പ്രശ്നങ്ങളിലും കൊണ്ടെത്തിച്ചു. എന്നിട്ടും താൻ പാഠം പഠിക്കുന്നില്ല. തുടർമാനമായി തെറ്റുകൾ ആവർത്തിക്കുന്നു. ഈ കാര്യങ്ങൾ മുന്നോട്ടുള്ള പഠനത്തിൽ നമുക്ക് കൂടുതൽ വ്യക്തമാകും. ഇസ്രായേൽ ജനത ഫിലിസ്ത്യർക്ക് ഒരു പ്രശ്നവും ഉണ്ടാക്കിയില്ല. അവർ സന്തോഷപൂർവ്വം അടിമത്തം സ്വീകരിച്ച് ജീവിച്ചു. ന്യായാധിപന്മാർ 15:9 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിലെ സംഭവം അതിന് തെളിവാണ്. ശിംശോന്റെ സുരക്ഷിതത്വത്തെക്കാളും അവർ മുൻഗണന കൊടുത്തത് ഫിലിസ്ത്യരുടെ വാക്കനുസരിക്കുന്നതിലായിരുന്നു. ശിംശോന്റെ ഒളിത്താവളം ഫിലിസ്ത്യർ വളഞ്ഞപ്പോൾ ഇസ്രായേൽ ജനത അവനോട് പറയുന്ന വാക്കുകൾ ശ്രദ്ധേയമാണ്. ഫിലിസ്ത്യർ നമ്മെ വാഴുന്നു എന്ന് നീ അറിയുന്നില്ലയോ? നീ ഞങ്ങളോട് ഈ ചെയ്തതെന്ത്? ഇസ്രായേൽ മക്കൾ ഫിലിസ്ത്യരുടെ അടിമത്തത്തിൽ പൂർണ്ണ സംതൃപ്തരാണ്. ആമുഖത്തിൽ അതിനെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ടല്ലോ. അവർക്ക് രക്ഷകനായ ദൈവം നിയോഗിച്ച ശിംശോനാണ് അവരുടെ ശത്രു. അവർക്ക് ശിംശോനോട് യാതൊരു പ്രതിപത്തിയുമില്ല. അതുപോലെ തന്നെ ശിംശോൻ അവരോടും. എങ്കിലും ദൈവം അവനെ കൈവിട്ടില്ല. ന്യായാധിപന്മാർ 15:14 യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്നു. ശിംശോന്റെ അവിശ്വസ്തയുടെ നടുവിലും ദൈവത്തിൻ്റെ വിശ്വസ്തത അവനെ ആ ആപൽഘട്ടത്തിൽ രക്ഷിച്ചു. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും നമ്മുടെ അവിശ്വസ്തത കണക്കിടാതെ ദൈവം നമ്മോട് വിശ്വസ്തത കാണിക്കുന്നു. ശിംശോന് സ്നേഹിതന്മാർ ഉണ്ടായിരുന്നതായി നാം കാണുന്നില്ല. ഇണക്കമില്ലാത്ത തൻ്റെ സ്വഭാവം മൂലം ജനങ്ങൾ അവനിൽ നിന്നും അകൽച്ച പാലിച്ചു. അവൻ്റെ സാന്നിധ്യം സ്വജനവും ഫെലിസ്ത്യരും ഒരുപോലെ ഭയപ്പെട്ടിരുന്നു. ഫെലിസ്ത്യരുടെ ലക്ഷ്യം ശിംശോനെ ഇല്ലാതാക്കുക എന്നതായിരുന്നു. പ്രതികാരദാഹിയായ ശിംശോൻ എന്തും ചെയ്യുമായിരുന്നു. അത് തന്നെ പുതിയ പുതിയ പ്രശ്നങ്ങളിലേക്ക് തള്ളിവിട്ടു. ശിംശോന്റെ ശൈലിയായ വൺ മാൻ മിനിസ്ട്രി ദൈവിക പ്രമാണമല്ലെന്ന് നാം കണ്ടുവല്ലോ. ക്രിസ്തീയ ജീവിതം കൂട്ടായ്മയുടെ ജീവിതമാണ്. കർത്താവ് ശിഷ്യന്മാരെ ഈരണ്ടായി അയച്ചു. പൗലോസ് തൻ്റെ മിഷനറി പ്രവർത്തനത്തിലുടനീളം ഒരു സഹവിശ്വാസിയെ കൂടെ ചേർത്തിരുന്നു. റോമർ 16 ഇങ്ങനെയുള്ള സഹപ്രവർത്തകരുടെ ഒരു നീണ്ട നിര തന്നെ കാണാം. ആദിമസഭയിലെ കൂട്ടായ്മയെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തികൾ 2:46 എബ്രായർ 10:24 നമുക്ക് കാണാം. ശിംശോന്റെ പ്രശ്നങ്ങൾക്ക് കാരണം അവൻ്റെ സ്വയാശ്രയവും അഹങ്കാരവും ദുർവാശിയും ജഡേച്ഛകളും ഇണക്കമില്ലാത്ത പ്രകൃതവും ആയിരുന്നു. ഈ സ്വഭാവങ്ങൾ നല്ല ഉപദേശം സ്വീകരിക്കുന്നതിൽ നിന്ന് അവനെ അകറ്റി നിർത്തി. തൻ്റെ മാതാപിതാക്കളുടെ ഉപദേശം അവൻ സ്വീകരിച്ചില്ല. മുതിർന്നവരുടെ ഉപദേശം സ്വീകരിക്കണമെങ്കിൽ അവൻ്റെ ഈ സ്വഭാവങ്ങളിൽ നിന്നും മാറ്റം വരണം. ശിംശോൻ അതിന് തയ്യാറല്ല. സദൃശവാക്യം 18:1 കൂട്ടം വിട്ട് നടക്കുന്നവൻ സ്വേച്ഛയെ അന്വേഷിക്കുന്നു. സകല ജ്ഞാനത്തോടും അവൻ കയർക്കുന്നു. ഒറ്റയാന്മാരായ ആനകളെപ്പോലെ കൂട്ടം വിട്ട് നടക്കുന്നവർ അപകടകാരികളാണ്. എന്നാൽ സങ്കീർത്തനം 141:5 സങ്കീർത്തനക്കാരൻ പറയുന്നത് ശ്രദ്ധിക്കുക: നീതിമാനെ അടിക്കുന്നത് ദയ,
അവൻ എന്നെ ശാസിക്കുന്ന തലയ്ക്ക് എണ്ണ, എൻ്റെ തല അതിനെ വിലക്കാതിരിക്കട്ടെ. ഈ അവസരത്തിൽ നമുക്കും നമ്മെ ശോധന ചെയ്യാം. മുതിർന്നവരുടെ ഉപദേശം നമ്മുടെ തലയ്ക്ക് എണ്ണയായി നാം കണക്കാക്കുന്നുണ്ടോ, അതോ അത് വിലക്കുന്നവരുടെ കൂട്ടത്തിലാണോ നാം? നമുക്ക് ചിന്തിക്കാം. ശിംശോന്റെ ജീവിതത്തെക്കുറിച്ചുള്ള പഠനം സ്വയത്തിൽ നിന്നാണ് എല്ലാ പ്രശ്നങ്ങളും ഉടലെടുക്കുന്നത് എന്ന് നാം മനസ്സിലാക്കി തന്നുവല്ലോ. ശിംശോനെ പോലെ സ്വയം നമ്മിൽ കർത്തൃത്വം നടത്തുന്നുണ്ടോ എന്ന് നമുക്ക് ശോധന ചെയ്യാം. തുടർന്ന് ശിംശോന്റെ സ്വയത്തിൻ്റെ ചില പ്രവർത്തനങ്ങളും അതിൻ്റെ പരിണിത ഫലങ്ങളും നമുക്ക് പരിശോധിക്കാം. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.